നല്ലൊരു ചിന്ത. അയാൾ ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്. അടുത്തിരുന്ന കുട്ടി അദ്ദേഹത്തിൻ്റെ വാച്ചിലേക്ക് കുറേ നേരമായി നോക്കുന്നു. ഇത് ശ്രദ്ധിച്ച അയാൾ കുട്ടിയോട് ചോദിച്ചു, വാച്ച് ഇഷ്ടപ്പെട്ടോ? കുട്ടി പറഞ്ഞു, ഇതൊരു വില കൂടിയ വാച്ചാണെന്ന് എനിക്കറിയാം. ഇതൊന്ന് നോക്കാൻ എനിക്ക് തരുമോ? ഇതെൻ്റെ ശിഷ്യൻ സമ്മാനിച്ചതാണെന്നും പറഞ്ഞ് അയാൾ ആ വാച്ച് കുട്ടിക്ക് ഊരിക്കൊടുത്തു. വാച്ച് നോക്കുന്നതിനിടയിൽ ജനലിനരികിൽ ഇരുന്ന അവൻ്റെ കയ്യിൽ നിന്ന് വാച്ച് പുറത്തേക്ക് വീണു. കുട്ടി കരച്ചിലായി. അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങാറായപ്പോൾ അയാൾ പറഞ്ഞു, വാച്ച് എനിക്ക് 1 മണിക്കൂറിനുള്ളിൽ കിട്ടും. സ്റ്റേഷൻ മാസ്റ്ററുടെ ഓഫീസിലെത്തി അയാൾ കാര്യം പറഞ്ഞു. ഏകദേശം ഏത് സ്ഥലത്ത് വെച്ചാണ് വാച്ച് നഷ്ടപ്പെട്ടത്? സ്റ്റേഷൻ മാസ്റ്റർ ചോദിച്ചു. ഇവിടെ നിന്നും 125-ാമത്തെ പോസ്റ്റിന് ചുവട്ടിൽ. വാച്ച് പോയപ്പോൾ മുതൽ ഞാനത് കൃത്യമായി എണ്ണുകയായിരുന്നു. തുടരന്വേഷണത്തിൽ അതേ സ്ഥലത്തു നിന്ന് തന്നെ വാച്ച് ലഭിക്കുകയും ചെയ്തു. ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടാൽ പ്രതികരണം 2 വിധത്തിലായിരിക്കും. 1 മനക്ലേശത്തോടെ, 2 മനസാന്നിധ്യത്തോടെ. അപ്രതീക്ഷിതമായി എന്തെങ്കിലും സംഭവിച്ചാൽ മനോനില തെറ്റുക എന്നതാണ് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. സംഭവിച്ച ദുരന്തത്തേക്കാൾ വലുതായിരിക്കും നഷ്ടപ്പെടുന്ന സമാധാനം. പലരും വീണ കയത്തിൽ നിന്നും കയറി വരാത്തതിന് കാരണം കയത്തിൻ്റെ ആഴമല്ല, മനസ്സിൻ്റെ തളർച്ചയാണ്. മനസാന്നിധ്യത്തോടെ തുടരുന്നവരുടെ ചിന്തകൾ പ്രായോഗികമായിരിക്കും. പരിഹാസ സാധ്യതകൾ അവരുടെ മനസ്സിൽ തെളിയുകയും ചെയ്യും. ആകുലപ്പെടുന്നതിൻ്റെ പേരിൽ ഒരു സങ്കടവും അവസാനിക്കില്ല. നമുക്ക് സമാധാനത്തോടെ പരിഹാര വഴികൾ തേടാം. തളരുന്ന വഴികളെ അമ്മ മകനൊപ്പം നെഞ്ചിലേറ്റി, കുരിശിന്റെ ചിറകിൽ ഉയിർപ്പിനെ പുൽകാൻ കഴുകനെ പോലുയരാ. എൻ്റെ എല്ലാം ദൈവമഹത്വത്തിനായി എന്നുള്ള ബുക്ക് ഇന്നലെ കോഴിക്കോട് ആത്മ പബ്ലിഷേഴ്സ് കൊണ്ടുവന്ന് ഇന്നലെ തന്നു. പുസ്തകത്തിൻ്റെ ഫ്രണ്ട് ചട്ടയാണ് ഈ പടം. എല്ലാം ദൈവമഹത്വത്തിനായി, ഈശോയുടെ അപ്പച്ചനു വേണ്ടി, ഫോർ ജെ ഫാദർ, മിസ്സിസ് ഓമന വർഗീസ്. ബാക്കിലത്തെ ചട്ടയാണ് എല്ലാം ദൈവമഹത്വത്തിനായി. ലെഫ്റ്റ് സൈഡിൽ എൻ്റെ ഫോട്ടോ ഉണ്ട്, റൈറ്റ് സൈഡിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ്. എല്ലാം ദൈവമഹത്വത്തിനായി, മിസ്സിസ് ഓമന വർഗീസ്.
ആത്മ പബ്ലിഷേഴ്സിൻ്റെ ഫോൺ നമ്പറും അവരുടെ എംബ്ലം, പിന്നെ ഒരു 4 പാരഗ്രാഫ് ഉണ്ട്. ആ പാരഗ്രാഫ് ഇങ്ങനെയാണ്: ഈ പുസ്തകം 3 ഭാഗങ്ങളായാണ്. ആദ്യ ഭാഗം ജീവൻ്റെ ദീപ്തിയും ആത്മാവിൻ്റെ പരിശുദ്ധ വചനങ്ങൾ. രണ്ടാം ഭാഗം ദൈനംദിന ജീവിതത്തിലൂടെ ദൈവാനുഭവത്തിലേക്ക് നമ്മെ വഴി നടത്തുന്ന ആത്മീയ പ്രതിഫലനങ്ങൾ. മൂന്നാം ഭാഗം ഹൃദയം സ്പർശിക്കുന്ന അനുഭവങ്ങളും കഥകളും വായിക്കുന്നവരുടെ മനസ്സിൽ പ്രത്യാശ നിറയുന്ന പ്രചോദനാത്മകമായ കഥകൾ. ജീവിതത്തിൻ്റെ ഓരോ വഴിത്തിരിവിലും ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുവാനും ആത്മീയ വളർച്ചയിലൂടെ അവൻ്റെ മഹത്വത്തിനായി ജീവിക്കാനും ഉള്ള ഒരു കൂട്ടുപുസ്തകമാണ്. കടപ്പാട് ബ്രദർ EV മാണി, ലൈ ആത്മ ബുക്സ്. ഇതാണ് ബാക്ക് ചട്ട, പുസ്തകത്തിൻ്റെ ബാക്ക് ചട്ട. ഫ്രണ്ട് ചട്ട. ഇന്നലെ വീട്ടിലെത്തിയ എല്ലാ ബുക്കുകളും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഓരോരുത്തരിലൂടെയും എത്തിപ്പെടുവാനും ദൈവം സഹായിക്കട്ടെ. എല്ലാവരുടെയും പ്രാർത്ഥന ആഗ്രഹിക്കുന്നു. ഇതാണ് പുസ്തകം. 312 പേജുണ്ട്. പുസ്തകത്തിൻ്റെ ബാക്ക് ചട്ട എല്ലാം ദൈവമഹത്വത്തിനായി. മിസ്സിസ് സോമന വർഗീസ്. ഈ പുസ്തകം എത്രയും വേഗം ദൈവം ആഗ്രഹിക്കുന്നവരിലേക്ക് എത്തിപ്പെടാനായി ഇടവരട്ടെ. അങ്കിളിനോടും ദൈവത്തോടും പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.